ക്ലാര, ഞാനൊന്ന് പോസ്റ്റ് ഓഫീസ് വരെ പോന്നു. ഉടനെ വന്നോളാം. ഓഫീസ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ശരി മദർ. ആ കളിച്ചത് മതി. ചെല്ല് ചെല്ല്. ഹലോ, നിങ്ങൾ ക്രിസ്റ്റി, മദറമ്മ പറഞ്ഞിട്ടുണ്ടാവല്ലോ. മദർ മദർ ഇവിടെ ഇല്ല. അറിയാം. എനിക്ക് കാണേണ്ടത് ക്ലാരയെയാണ്, മദറിനെ അല്ല. സി, ക്ലാര മദറിനെ പോലെയല്ല. കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. സോ ഞാൻ അധികം വളച്ചു കെട്ടുന്നില്ല. രേണുക, യെസ്, നിങ്ങൾ രക്ഷിച്ച് ഹോസ്പിറ്റലാക്കിയ ആ പെൺകുട്ടി വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അത് വേണം, എസ്പെഷ്യലി നിങ്ങളെപ്പോലുള്ളവർ. അതോടെ കഴിഞ്ഞു നിങ്ങളുടെ ഡ്യൂട്ടി. പിന്നെയും പിന്നെയും എന്തിനാ ക്ലാര വെറുതെ അവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? ലിവ് ഇറ്റ്, വിട്ടുകളഞ്ഞേക്ക്. എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. തീരുമാനിച്ചോളൂ, ബട്ട് അത് ഈ ക്രിസ്റ്റിക്ക് കൂടി അനുകൂലമാകണമെന്ന് മാത്രം. അത് നിങ്ങളെയും കൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഹലോ, മോർണിംഗ് ഭായ്. എന്തായി? താൻ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാനിവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. കാര്യങ്ങൾ ഒത്തുവന്നതാ ഭായ്. അതിനിടയിൽ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നം? ഒന്നുമില്ല, ആ കന്യാസ്ത്രീ തള്ളയും പെണ്ണും ഒരു ഒഴിയാബാധയായിട്ടുണ്ട്. താൻ എവിടത്തെ കില്ലറാടോ? കേവലം 2 പെണ്ണുങ്ങളാണോ ഇപ്പൊ തന്റെ പ്രശ്നം? ഭായ് പേടിക്കാതിരി. ഏറിയാൽ ഒരു 2 ദിവസം, അതിനകം ഞാൻ എല്ലാം ഫിനിഷ് ചെയ്യും. അതെ, അവളെ മാത്രമല്ല, ആ കുഞ്ഞിനെ അങ്ങ് തട്ടേക്കണം. ആർക്കും ഒരു സംശയം തോന്നരുത്. വല്ല ആക്സിഡന്റോ മറ്റോ ആണെന്നേ വരുത്തി തീർക്കാവൂ. ആദ്യ അറ്റംപ്റ്റിൽ വന്ന പിഴ ഇനി ഉണ്ടാവരുത്. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുന്നത് ബുദ്ധിമോശമാണ്. അവളൊന്ന് പുറത്തു വന്നോട്ടെ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ അതിന് പറ്റിയ സൗകര്യമില്ല. ശരി ആയിക്കോട്ടെ, പക്ഷേ എനിക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ട് വേണം. റിസൾട്ട് ഇല്ലാത്ത ജോലി ഞാൻ ഏറ്റെടുക്കില്ല ഭായ്. എടോ ക്രിസ്റ്റി, താൻ ഇങ്ങനെ വീരവാദം മുഴക്കാതെ കാര്യങ്ങൾ നടത്തറോ? ദേ, രേണുവിന്റെ കാര്യത്തിൽ ഇനിയും വെച്ച് താമസിപ്പിക്കരുത്. ഒക്കെ ഭായിയുടെ കഷ്ടകാലമാ. 2 അറ്റംപ്റ്റിൽ നിന്നും കഷ്ടിച്ചാ ഞാൻ തടിതപ്പിയത്. പെണ്ണിന് ആയുസ് കൂടുതലാ. എന്താടോ, താനെ കളിയാക്കണോ? അവളുടെ ആയുസിന്റെ കാലം ഞാൻ നിശ്ചയിക്കും. അത് നടപ്പാക്കണം നീയെ. ചൂടാകാതെ ഭായ്. എങ്ങനെ ചൂടാകാതിരിക്കും? താൻ ചുമ്മാതല്ലോ ജോലി ചെയ്യുന്നത്, കാശണ്ണി വാങ്ങിയിട്ടല്ലേ? എടോ, തനിക്ക് കഴിയില്ലെങ്കിൽ പറയേ, ഞാൻ വേറെ ചുണക്കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചോളത്. അതും ഈ ധനപാലനറിയാം. ആ ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. ഞാൻ എന്നാലാവുന്നിടത്തൊക്കെ വിളിച്ച് അന്വേഷിക്കായിരുന്നു രാധിക. നമ്മുടെ രേണുകയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോന്നറിയാൻ. എന്നിട്ട് ആർക്കും ഒന്നും അറിയില്ല. ഇതിൽ കൂടുതലൊക്കെ നമുക്ക് വേറെന്താ ചെയ്യാൻ കഴിയാ? പാവ അമ്മ, രേണികയെ ഓർത്ത് കരഞ്ഞ് അമ്മ പാതിയാവാറായി. ഇങ്ങനെ ആദ്യ പിടിച്ച് അമ്മയ്ക്ക് വല്ല അസുഖം വരുന്ന എന്റെ പേടി. സത്യത്തില് എനിക്ക് രേണുകയോട് ദേഷ്യം തോന്നുന്നത്. നമ്മളെയൊക്കെ ഇങ്ങനെ ഇട്ട് തീതിയിട്ടിക്കാൻ മാത്രം നമ്മൾ അവളോട് എന്ത് തെറ്റാ ചെയ്തത്? എല്ലാത്തിനും കാരണക്കാരൻ അവനാ, ആ ശ്യാമപ്രസാദ്. അവനെ മാത്രം കുറ്റപ്പെടുത്തുന്നതിനാ? 2 കൈയും കൂട്ടിയടിച്ചാൽ മാത്രമേ ശബ്ദം കേൾക്കൂരാധികെ. ഛേ, കുടുംബത്തിന് എന്തൊക്കെ നാണക്കെടുകൾ അവൾ വരുത്തി വെച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഒന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. എന്നിട്ട് എന്തിനാ? എന്റെ അഭിപ്രായത്തിൽ അവൾ ഇനി തിരിച്ചു വരാതിരിക്കുന്നത് തന്നെ നല്ലത്. എവിടെയെങ്കിലും പോയി ചാവട്ടെ, നാശം. എന്തായി പറയുന്നേ? കണ്ടവന്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് കുടുംബത്തിൽ കയറി വരുന്നതിലും ഭേദം അതാ രാധികെ. അതെ, അവളെ ഇനി അങ്ങ് മറന്നേക്ക്. എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞാ നമ്മൾ ദുഃഖിക്കുകയല്ല വേണ്ടത്, സന്തോഷിക്കുക. രാധികെ, ഇക്കണ്ട സ്വത്തുക്കളുടെയും അമ്മയുടെ സമ്പാദ്യത്തിന്റെയും എല്ലാം ഏക അവകാശികൾ നമ്മൾ മാത്രമായി തീരും. നീയും ഞാനും മാത്രം. മദറിനറിയില്ലേ, ഈ ചെന്നൈ സിറ്റിയിൽ ഇത്തരം സംഭവങ്ങൾ ഇത് ആദ്യമൊന്നുമല്ലല്ലോ. ഡെയിലി ഇതുപോലെയുള്ള എത്രയോ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
ചില പ്രാരംഭ അന്വേഷണങ്ങൾക്ക് ശേഷം മിക്കവാറും ഫയലുകൾ ക്ലോസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇതങ്ങനെ ഒരു സാധാരണ സംഭവം അല്ലല്ലോ സാർ. രേണുക ഒരു മലയാളി കുട്ടിയാണ്. ഫോട്ടോയിൽ കാണുന്നയാൾ ഇവളുടെ ഭർത്താവ് തന്നെ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഒക്കെ ശരിയാണ്. പക്ഷേ ഈ ഫോട്ടോ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് എന്തെങ്കിലും വിവരം തരേണ്ടത് ആ സ്ത്രീയാണ്. അവർക്കാണെങ്കിലോ മുഴുഭ്രാന്തും. സർ, ഇതൊരു കൊലപാതക ശ്രമമാണെന്നും ക്രിസ്റ്റി എന്നൊരാൾ പലതവണ എന്നെയും മദറിനെയും ഭീഷണിപ്പെടുത്താൻ വന്നുവെന്നും ഞങ്ങൾ പറഞ്ഞല്ലോ. ആ ക്രിസ്റ്റിയെ കസ്റ്റഡിയിലെടുത്താൽ എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയില്ലേ? യെസ്, ശരിയാണ്. പക്ഷേ ക്രിസ്റ്റി എന്നൊരാൾ ഇവിടെ വന്നു എന്ന് മാത്രമേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. എവിടെ നിന്ന് വന്നു അവൻ? അവൻ്റെ യഥാർത്ഥ പേര് അത് തന്നെയാണോ? അറ്റ്ലീസ്റ്റ് അവൻ്റെ വണ്ടി നമ്പർ പോലും ഇവിടെ ആർക്കും അറിയില്ല. ശരിയല്ലേ? ക്രിസ്റ്റി എന്ന പേരിൽ 6 ക്രിമിനൽസ് ഉണ്ട് ഞങ്ങളുടെ ലിസ്റ്റിൽ. ഇതൊക്കെ അന്വേഷിക്കേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്വമല്ലേ സർ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒന്നാമത് ഇതെന്റെ പരിധിപ്പെടുന്ന കേസല്ല. ഇവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവരന്വേഷിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ മദർ ഇടപെട്ട കേസായതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും റിസ്ക് എടുക്കുന്നത്. റിസ്കോ? ആ കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവൻ അപകടത്തിലാണ് സർ. നമുക്ക് രക്ഷിക്കണം അവരെ. അല്ല മദർ, ഇതൊരു മർഡർ അറ്റംപ്റ്റ് ആയിരുന്നു എന്നുള്ള കാര്യം തൽക്കാലം രഹസ്യമാക്കി വെക്കുന്നത് നല്ലത്. ഈ ചെന്നൈ സിറ്റിയെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന പോലെ മദറിന് അറിയില്ല. മദറിൻ്റെയും ഓർഫനേജിൻ്റെയും സുരക്ഷിതത്വം ഓർത്താണ് ഈ പറയുന്നത്. നിരപരാധികളായ നിങ്ങളിതിൽ കുരുങ്ങാൻ പാടില്ലല്ലോ. സാർ, ഞങ്ങൾ മദർ പേടിക്കണ്ട. നിങ്ങളുടെ കാര്യം ഞാൻ പ്രത്യേകം നോക്കിക്കോളാം. അതിന് വേണ്ടുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യത്തിലല്ല സർ, ആ കുഞ്ഞിന്റെയും അമ്മയുടെയും കാര്യത്തിലാണ് ശ്രദ്ധ വേണ്ടത്. അവൻ അവരുടെ പിന്നാലെയുണ്ട്. ആ ക്രിസ്റ്റി അവൻ അവരെ കൊല്ലുക തന്നെ ചെയ്യും. പേടിക്കണ്ട. ഹോസ്പിറ്റലിൽ ഞാൻ 2 പോലീസുകാരെ കാവലിടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഓക്കെ, ശരി. ശരി സാർ. ഇയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മദർ. ഒന്നുകിൽ ഭയം, അല്ലെങ്കിൽ ആ ക്രിസ്റ്റിയുടെ ആൾക്കാരുടെ സ്വാധീനം. രണ്ടിലൊന്നാകാനേ തരവുള്ളൂ. ജെയിംസ് അങ്ങനെ ആരും കണ്ടിട്ടില്ല അപ്പുകുട്ടൻ നായരെ. എഴുന്നേറ്റ് പോരെ. ചെറുപ്പത്തിലുള്ള വിക്രികളെ ഈ വയസ്സാങ്കാലത്തും കാണിച്ച നട്ടല് നിവരുകയില്ല അപ്പുകുട്ടൻ നായരെ. അപ്പുകുട്ടൻ നായരെ, ഗോൾ പോസ്റ്റിന് കാവലിരുന്ന നിങ്ങക്ക് ഇനി വീട്ടിന് കാവലിരിക്കാനേ പറ്റുള്ളൂ. എഴുന്നേറ്റ് പോരടോ. ഇഞ്ഞ് വയസ്സായി പോയില്ലേ, ഇനി നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. അതെ അതെ അതെ. വരുന്നുണ്ട്. ഇടം തിരിഞ്ഞ് വലം തിരിഞ്ഞ് പല ഡൈവിങ്ങിലൂടെ അപ്പുക്കുട്ടൻ നായർ വീണിട്ടുണ്ട്. അപ്പോഴൊക്കെ ദേ സുരക്ഷിതമായി ഈ ബോളും കാണും. ഗോളെന്നുറപ്പിച്ച് ചീറിപ്പാഞ്ഞു വരുന്ന ബുള്ളറ്റ് ഷോട്ടിനെ ഒരു ലൈറ്റനിങ് ഡൈവിലൂടെ ഈ അപ്പുക്കുട്ടൻ നായർ നിഷ്പ്രയാസം കീഴടക്കും. ആ നിമിഷം ഗാലറികളിൽ നിന്ന് ആർപ്പുവിളികൾ ഉയരും. എതിർ ടീമിലെ കളിക്കാർ പോലും ഓ വാട്ട് എ സേവ് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കും. 8 വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഗോൾ വലയം കാത്ത എക്കാലത്തെയും മികച്ച ഗോളി KT അപ്പുക്കുട്ടൻ നായരുടെ ഹിസ്റ്ററി അതാ. താൻ ഇന്ത്യൻ കുപ്പായ അണിഞ്ഞിട്ടുള്ള ഒന്നാന്തരം ഗോളിയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? പിന്നെ എന്തിനാ ഏത് നേരം ഈ ഗോളിക്കഥയും പറഞ്ഞ് നടക്കുന്നത്? അക്കാര്യത്തിൽ അപ്പുക്കുട്ടൻ നായരുടെ പക്ഷത്താ. രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച കാര്യമല്ലേ? അങ്ങനെ പറഞ്ഞു നടക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അത് പറ, ഇവർക്കൊന്നും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലെന്നേ. നടക്കാൻ സമയമായി. ഇന്നത്തെ ചായ അപ്പുക്കുട്ടൻ നായരുടെ കണക്കിലായിക്കോട്ടെ. എന്തായാലും ഒന്ന് വീണതല്ലയോ. ആഹാ, പ്രാർത്ഥന കഴിഞ്ഞോ മുത്തു? കഴിഞ്ഞു. എങ്കിതേ ഇത് വേഗം നിസ്തിരിയിട്ടെ. ശരിയേക്കാ. എടാ മുത്തു, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ. ശരിയേക്കാ. ഔ സോറി അക്കാ. ചേച്ചി ചേച്ചി എന്ന് വിളിക്ക്.
ശരി ചേച്ചി. നീ മലയാളമൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. ആമാക്ക. അല്ല ചേച്ചി, എനിക്ക് മലയാളം നല്ലാതെ തരും. വെരി ഗുഡ്. ആ വേഗം ഇസ്തിരി ഇട്ട് വെക്ക്, ഞാൻ എന്താ വരുന്നു. ആ പണി കഴിഞ്ഞു മുത്തു? ആ എപ്പോഴേ കാണിച്ചാച്ച്? ദാ. ബോണിയാ. ഓ കൈനീട്ടം. ഇന്ന് നല്ല ദിവസമാകും, നിറയെ പണി കിടക്കും. അക്ക എനിക്ക് കടവൾ മാത്രം ലക്ഷ്മി ദേവി. അക്ക പോയരട്ടുമാ. ഗിരി വിളിച്ചിരുന്നു. എവിടുന്നാ? മൈസൂർ വൃന്ദാവൻ ഗാർഡനിലാന്നാ പറഞ്ഞത്. പിന്നെ സംസാരിച്ചത് മുഴുവൻ ശാലിനിയാ. ലൈവ് പ്രക്ഷേപണം പോലെ. പോയ സ്ഥലങ്ങളെക്കുറിച്ചും കണ്ട കാഴ്ചകളെക്കുറിച്ചും ഒക്കെ സുദീർഘമായ വിവരണം. അവളെന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. ഏട്ടനെ മറന്നിട്ട് ഏടത്തിയോട് മാത്രമായോ കൂറ്? വിളിച്ചത് ശ്യാമേട്ടനെ തന്നെയാ. ശ്യാമേട്ടൻ അപ്പൊ കുളിമുറിയിലായിരുന്നത് ആരുടെ കുഴപ്പാ? എന്റെയാ? അവൾ എപ്പോഴും അങ്ങനെ ഒരു വായാടി. ആ ഗിരിയൊന്നും പറഞ്ഞില്ലേ? പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ പുന്നാരനിയത്തി? അവരിനി അടുത്ത ടൂറ് മണാലിയിലേക്കാണത്രേ. എവിടെങ്കിലും നമുക്കും പോണ്ടേ? എവിടേക്ക്? എന്റെ ഗംഗയ്ക്ക് ഇഷ്ടമുള്ള എവിടേക്കും. ഹണിമൂൺ ട്രിപ്പ്? എങ്ങനെ വേണമെങ്കിലും കരുതിക്കോ. പക്ഷേ ഒന്ന് മാത്രം എനിക്കറിയാം, അത് ഞാനും എൻ്റെ ഗംഗയും മാത്രമുള്ളൊരു ലോകമായിരിക്കും. പൂക്കളും പുഴകളും മഞ്ഞുമലകളും കാറ്റിൽ സ്നേഹത്തിൻ്റെ സുഗന്ധവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലൂടെ കൈയോട് കൈ ചേർത്ത് മെയ്യോട് മെയ് ചേർത്ത് മനസ്സും ശരീരവും ഒന്നായി നമ്മൾ അങ്ങനെ നടക്കും. കവിത എഴുതാനുള്ള പരിപാടിയാണോ? പൂത്തുലഞ്ഞു നിൽക്കുന്ന പ്രകൃതിയെയും പ്രേമപരവശിയായ കാമുകിയെയും കണ്ടാൽ ഏത് കാമുക ഹൃദയത്തിലും കവിത നിറയുമെന്ന് കേട്ടിട്ടില്ലേ? കാമുകനല്ലല്ലോ, ഭർത്താവല്ലേ? രണ്ടുമല്ല, ദാസനാണ്. ദാ ഈ ദേവിയുടെ ദാസൻ, ഗംഗാദാസൻ. ശരിക്കും പറഞ്ഞ ഞാൻ എത്ര ഭാഗ്യവാനാണ് ഗംഗ. നിന്നെ എനിക്ക് കിട്ടിയില്ലേ? ഇതിനും മാത്രം എന്ത് പുണ്യ ഞാൻ ചെയ്തത്. പുണ്യം ചെയ്തത് ഞാനാ ശ്യാമേട്ട, എന്റെ ദൈവമാ ശ്യാമേട്ട. ഈ മുഖത്തിന് ഒരു കുറവ് കൂടിയുണ്ട്. എന്നും ഈ സിന്ദൂരം അണിയാനുള്ള ഭാഗ്യം മാത്രം തന്നാ മതി എനിക്ക്. എന്തൊക്കെ സംഭവിച്ചാലും എന്ന് ശ്യാമേട്ടൻ എന്റേത് മാത്രമായിരിക്കണം, ഈ ഗംഗയുടേത് മാത്രം. ഇങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് മരിക്കണം എനിക്ക്. എനിക്കതിന് കഴിയൂ ശ്യാമേട്ട?
പഴയ ഇന്ത്യൻ ഗോളി KT അപ്പുക്കുട്ടൻ നായരല്ലേ? അതെ, പക്ഷെ പഴയതൊന്നും ആയിട്ടില്ല. വേണമെങ്കിൽ ഇനിയും ഒരു അംഗത്തിന് ഞാൻ തയ്യാറാണ്. ഞാൻ അങ്ങയെ പറ്റി ധാരാളം കേട്ടിട്ടുണ്ട്. കേട്ട് കാണും. എത്രയോ വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഗോൾ വലയം കാത്ത സ്പോർട്സ്മാൻ അല്ലേ ഞാൻ. ഇന്ത്യക്ക് വെളിയിൽ എനിക്ക് ധാരാളം ആരാധകരുണ്ട്. എനിക്ക് ഫുട്ബോൾ കളി വലിയ ഇഷ്ടമാണ് സർ. അത് വേണം. ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഗെയിമല്ലേ ഫുട്ബോൾ. ഇന്ത്യയിൽ ഫുട്ബോൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ക്രിക്കറ്റ് മതിയല്ലോ. ഇന്ത്യൻ കായിക രംഗത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് ക്രിക്കറ്റ്. അത് ശരിയല്ല. അയ്യോ, എന്റെ കാറ്! ആരാ കാർ എടുത്തോണ്ട് പോയത്? എനിക്കറിയില്ല. കീ കാറിലായിരുന്നു. എത്രയും വേഗം പോലീസിനെ അറിയിക്കേ. ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്. തന്റെ കാർ ഇവിടെ കിടപ്പുണ്ട്. വായി നോക്കി നിൽക്കാതെ വന്ന് എടുത്തോണ്ട് പോടാ. എവിടെ കിടക്കുന്നു? കുറച്ചുകൂടെ മുന്നോട്ട് വാ. ആ വളവ് തിരിഞ്ഞാ കാണാം. ആ വളവിനപ്പുറത്ത് തന്നെ കാറ് കിടപ്പുണ്ടെന്നാ പറഞ്ഞേ. ഞാൻ പോയി എടുത്തിട്ട് വരാം.